പ്രൈസ് ലോർഡ്. എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഞങ്ങളെ കണ്ടുപിടിക്കുന്ന ഓരോ ഫേസ്ബുക്കിലെ ഞങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രത്യേകം ഞങ്ങളുടെ ലൈവിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾ ഓരോ ദിവസവും ചെയ്യുന്ന ലൈവിൽ നിങ്ങൾക്ക് അനുഗ്രഹമായി മാറട്ടെ എന്ന പ്രാർത്ഥനയോടെ ആണ് ഞങ്ങൾ ഓരോ ദിവസവും ചെയ്യുന്നത്. നമുക്കൊരുമിച്ച് ദൈവത്തെ പാടി മഹത്വപ്പെടുത്താം. ഞങ്ങൾ പാടുന്നത് പഴയതും അതുപോലെ പുതിയതുമായ സോങ്സാണ് പാടുന്നത്. അത് നിങ്ങൾക്കറിയുന്നത് കാണാം, അല്ലെങ്കിൽ അറിയാത്ത ആദ്യമായിട്ട് കേൾക്കുന്ന സോങ് കാണാം. എന്നാൽ അത് ഞങ്ങൾ പാടുമ്പോൾ ചേർന്ന് പാടി ദൈവത്തിന് മഹത്വം അർപ്പിക്കുക. നമുക്കൊരുമിച്ച് ദൈവത്തിന് യേശുവിൻ്റെ നാമത്തെ ഒരുമിച്ച് ഉയർത്താം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ആദ്യമായിട്ട് ഇതിനു മുന്നേ ഒരു പാടിയ സോങ്ങാണ് പാടുന്നത്. സാക്ഷാൽ മുന്തിരിവള്ളി, ആ വള്ളിയിൽ ഞാനും ഒരു കൊമ്പായി വസിച്ചിടാനായി കൃപയേകു സ്വർഗപിതാവേ എന്ന് തുടങ്ങുന്ന സോങ്ങാണ്. നമുക്ക് ഒരുമിച്ച് ദൈവത്തെ പാടി മഹത്വപ്പെടുത്താം. സാക്ഷാൽ മുന്തിരിവള്ളി, ആ മുന്തിരിവള്ളി ഞാനും ഒരു കൊമ്പായി വസിച്ചിടാനായി കൃപയേകു സ്വർഗപിതാവേ. സാക്ഷാൽ മുന്തിരിവള്ളി, ആ മുന്തിരിവള്ളി ഞാനും ഒരു കൊമ്പായി വസിച്ചിടാനായി കൃപയേകു സ്വർഗപിതാവേ. ചെത്തിമിനുക്കാമോ എന്നെ നൽഫലം നൽകിടാൻ, നിൻകരമേകാമോ നാഥ പാപത്തിൽ വീഴാതെ. സാക്ഷാൽ മുന്തിരിവള്ളി, ആ മുന്തിരിവള്ളിയിൽ ഞാനും ഒരു കൊമ്പായി വസിച്ചിടാനായി കൃപയേകു സ്വർഗപിതാവേ. കാറ്റായി വന്നിടൂ സ്നേഹസ്പർശമേകാൻ, ഏകിടൂ നിൻ സ്വരം ഹൃദയത്തിൽ ഉൾപ്പൂവിൽ. ഇളം കാറ്റായി വന്നിടൂ സ്നേഹസ്പർശമേകാൻ, ഏകിടൂ നിൻ സ്വരം ഹൃദയത്തിൽ ഉൾപ്പൂവിൽ. തഴുകിത്താലോടുമോ എന്നാത്മാവിൽ, എന്നും നിൻ സ്നേഹമെന്നിൽ നിറഞ്ഞിടുവാൻ. പകരു നിൻ ശാന്തി എന്നിൽ എന്നും ദേവാ. സാക്ഷാൽ മുന്തിരിവള്ളി, ആ മുന്തിരിവള്ളി ഞാനും ഒരു കൊമ്പായി വസിച്ചിടാനായി കൃപയേകു സ്വർഗപിതാവേ.
നിൻമൊഴി തേനിനേക്കാൾ ശ്രേഷ്ഠമോ? പാരിൽ നിൻ ശ്രുതി കേട്ടിടാത്ത മർത്യരോ? തേനോ നിൻമൊഴി തേനിനേക്കാൾ ശ്രേഷ്ഠമോ? പാരിൽ നിൻ ശ്രുതി കേട്ടിടാത്ത മർത്യരോ? ജീവന്റെ ഉറവയായി വന്നീ ലോകേ, പാരിൻ്റെ പാപമെല്ലാം കഴുകിടുവാൻ തിരുനിറം ചൊരിഞ്ഞു നീ ക്രൂശിൽ ദേവാ. സാക്ഷാൽ മുന്തിരിവള്ളി, ആ മുന്തിരിവള്ളിയിൽ ഞാനും ഒരു കൊമ്പായി വസിച്ചിടാനായി കൃപയേകു സ്വർഗപിതാവേ. സാക്ഷാൽ മുന്തിരിവള്ളി, ആ മുന്തിരിവള്ളിയിൽ ഞാനും ഒരു കൊമ്പായി വസിച്ചിടാനായി കൃപയേകു സ്വർഗപിതാവേ. ചെത്തിമിനുക്കാമോ എന്നെ നൽഫലം നൽകിടാൻ? നിൻകരമേകാമോ നാദാ പാപത്തിൽ വീഴാതെ, പാപത്തിൽ വീഴാതെ. സാക്ഷാൽ മുന്തിരിവള്ളി, ആ മുന്തിരിവള്ളിയിൽ ഞാനും ഒരു കൊമ്പായി വസിച്ചിടാനായി കൃപയേകു സ്വർഗപിതാവേ. ഹല്ലേലൂയ. നമുക്ക് വീണ്ടും ഒന്ന് രണ്ട് പഴയ സോങ്ങുകൾ പാടി ദൈവത്തിന് മഹത്വം അർപ്പിക്കാം. ഇത് എല്ലാവർക്കും അറിയുന്ന ഒരു സോങ്ങാണ് അടുത്തായിട്ട് പാടുവാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളെല്ലാവരും വർഷങ്ങളായിട്ട് കേട്ടിട്ടുള്ള ഒരു സോങ്, നിന്നോടൻ ദൈവമേ. ഒരു പ്രത്യാശയുടെ ഗാനമാണ്. നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ, നിൻ ക്രൂശ് ഞാൻ വഹിക്കെന്നാലുമേ, എൻ ഗീതം എന്നുമേ നിന്നോടൻ ദൈവമേ. നമ്മൾ പാടുന്നത് ആ യേശുവിൽ ഒരു പ്രത്യാശയോടായിരിക്കണം. നിന്നോട് ദൈവമേ, അങ്ങയോട് ഞാൻ ചേരട്ടെ, ആ ഒരു നിത്യജീവനിലേക്ക് ഞാൻ ചേരട്ടെ എന്നുള്ള ആ ഒരു പ്രത്യാശയോടെ നമുക്ക് ഒരുമിച്ച് ഈ പാട്ട് പാടാം. ദാസൻ യാക്കോബെ പോൽ രാക്കാലത്തിൽ വാൻ കാട്ടിൽ കല്ലിന്മേൽ ഉറങ്ങുകിൽ, എൻ സ്വപ്നത്തിലെന്നുമേ നിന്നോടൻ ദൈവമേ. ഹല്ലേലൂയ. ഞാൻ ചേരട്ടെ. എൻ്റെ സ്വപ്നം, ഞാൻ ചെയ്യുന്നത് എന്തോ അത് നിന്നോട്, അങ്ങയോട് ചേരുവാൻ, അങ്ങയോടുകൂടെ നിത്യതയിൽ വാസം ചെയ്യുവാനായിട്ട് ഞാൻ പ്രത്യാശിക്കുന്നു. അങ്ങയോടൊത്ത് ആരാധിക്കുവാൻ, അങ്ങയോടൊത്ത് മഹത്വപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പിതാവേ എന്ന് നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് മഹത്വം അർപ്പിക്കാം. നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ, നിൻ ക്രൂശു ഞാൻ വഹിക്കെന്നാളുമേ. നിന്നോടൻ ദൈവമേ, നിന്നോടൻ ദൈവമേ
നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ. ദാസൻ യാക്കോബെ പോൽ രാക്കാലത്തിൽ വൻകാട്ടിൻ കല്ലിന്മേൽ ഉറങ്ങുകിൽ എൻ സ്വപ്നത്തിലെന്നുമേ നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ. ദാസൻ യാക്കോബെ പോൽ രാക്കാലത്തിൽ കാട്ടിൻ കല്ലിന്മേൽ ഉറങ്ങുകിൽ എൻ സ്വപ്നത്തിലുമേ നിന്നോടൻ ദൈവമേ നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ. നീ എന്നെ നടത്തും, എൻ പാതയെല്ലാം വീണ്ടെത്തും. ഏണിപ്പോൾ പ്രകാശമാം ദൂതർ വിളിക്കുന്നു നിന്നോടൻ ദൈവമേ ചേർന്ന് പാടാം. നീ എന്നെ നടത്തും പാതയെല്ലാം വിണ്ണെത്തും ഏണിപോൽ പ്രകാശമാം. നീ എന്നെ നടത്തും പാതയെല്ലാം വിണ്ണെത്തും ഏണിപോൽ പ്രകാശമാം. ദൂതർ വിളിക്കുന്നേ നിന്നോടൻ ദൈവമേ നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ. ചേർന്ന് പാടാം. നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ. ക്രൂശു വഹിക്കും എന്നാലുമേ എൻ ഗീതം എന്നുമേ നിന്നോടൻ ദൈവമേ നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ.
ദൈവമേ ഞാൻ ചേരട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. നമുക്ക് വീണ്ടും ദൈവത്തെ പാടി മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. സ്തുതി പാടിയിടും ഞാൻ, വൻ കൃപയെ എന്നും ഓർത്തും ഞാൻ എപ്പോഴും നമ്മളെല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ഹല്ലേലൂയ എന്ന് പറയും. ഹല്ലേലൂയ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തിന് മഹത്വം അർപ്പിക്കുക. ഹല്ലേലൂയ സ്തുതി പാടിയിടും ഞാനിപ്പോൾ പാടിയ പാട്ടുകൾ അതെല്ലാം ആ ദൈവത്തിനുള്ള മഹത്വമാണ്, ദൈവത്തിനുള്ള സ്തുതിയാണ് ഞാൻ പാടുന്നത്. വൻ കൃപയെ, ദൈവം ചെയ്ത കൃപകളെ ഓർത്ത് ഞാൻ പാടും. പരിശുദ്ധനെ, കരുണാനിധിയെ, സ്തുതികൾക്കെല്ലാം യോഗ്യനായവനെ. ആ പരിശുദ്ധനായ ഈ ലോകത്തിൽ ഒരു വ്യക്തിയുമില്ല പരിശുദ്ധൻ എന്ന് പറയുവാൻ. എന്നാൽ യേശു പരിശുദ്ധനാകുന്നു, കരുണാനിധിയാകുന്നു, സ്തുതികൾക്കെല്ലാം യോഗ്യൻ ഒരുവൻ മാത്രം, അതാകുന്നു യേശു ക്രിസ്തു. നമുക്ക് ഒരുമിച്ച് ഹല്ലേലൂയ സ്തുതി പാടാം ദൈവത്തിന്. ഹല്ലേലൂയ സ്തുതി പാടിടും ഞാൻ, വൻ കൃപയെ എന്നും ഓർത്തിടും ഞാൻ. ഹല്ലേലൂയ സ്തുതി പാടിടും ഞാൻ, വൻ കൃപയെ എന്നും ഓർത്തിടും ഞാൻ. പരിശുദ്ധനെ, കരുണാനിധിയെ, സ്തുതികൾക്കെല്ലാം യോഗ്യനായവനെ. പരിശുദ്ധനെ, കരുണാനിധിയെ, സ്തുതികൾക്കെല്ലാം യോഗ്യനായവനെ. ഹല്ലേലൂയ സ്തുതി പാടിടും ഞാൻ, വൻ കൃപയെ എന്നും ഓർത്തിടും ഞാൻ. ഹല്ലേലൂയ സ്തുതി പാടിടും ഞാൻ, വൻ കൃപയെ എന്നും ഓർത്തിടും ഞാൻ. സകലത്തെയും സൃഷ്ടി ചെയ്തവനെ, സകലത്തിനും പരിപാലകനെ, സകലരിലും പരമോന്നതനെ, സർവശക്തനും ആ സർവജ്ഞാനിയും നീ മാത്രം യേശുവേ. സകലത്തെയും സൃഷ്ടി ചെയ്തവനെ, സകലത്തിലും പരിപാലകനെ. സകലത്തെയും സൃഷ്ടി ചെയ്തവനെ, സകലത്തിനും പരിപാലകനെ. സകലരിലും പരമോന്നതനെ, സർവശക്തനും സർവജ്ഞാനിയും നീ. സകലരിലും പരമോന്നതനെ, സർവശക്തനും സർവജ്ഞാനിയും നീ. ഹല്ലേലൂയ പാടിടും ഞാൻ, വൻ കൃപയെ എന്നും ഓർത്തിടും ഞാൻ. ഹല്ലേലൂയ സ്തുതി പാടിടും ഞാൻ, വൻ കൃപയെ എന്നും ഓർത്തിടും ഞാൻ. ആ കരുണയും ദയയും ഉള്ളവനെ, മനസ്സലിയുന്ന മഹാപ്രഭുവെ, വാത്സല്യത്തോടെ എന്നെ ചേർത്തവനെ, മാറാത്ത സ്നേഹം പകർന്നവനെ. കരുണയും ദയയും ഉള്ളവനെ, മനസ്സലിയുന്ന മഹാപ്രഭുവേ. കരുണയും ദയയും ഉള്ളവനെ, മനസ്സലിയുന്ന മഹാപ്രഭുവേ. വാത്സല്യത്തോടെന്നെ ചേർത്തവനെ, മാറാത്ത സ്നേഹം പകർന്നവനെ. വാത്സല്യത്തോടെന്നെ ചേർത്തവനെ, മാറാത്ത സ്നേഹം പകർന്നവനെ. ആദിയും അന്ത്യവുമായവനെ, ഉറപ്പുള്ള പാറയും കോട്ടയുമേ. ആദിയും അന്ത്യവുമായവനെ, ഉറപ്പുള്ള പാറയും കോട്ടയുമേ.
വഴിയും സത്യവും ആയവനെ, ഏകരക്ഷാമാർഗമായവനെ, വഴിയും സത്യവും ആയവനെ, ഏകരക്ഷാമാർഗമായവനെ. ഹല്ലേലൂയ ഹല്ലേലൂയ സ്തുതി പാടിടും ഞാൻ, വൻ കൃപയെ എന്നും ഓർത്തിടും ഞാൻ. ഹല്ലേലൂയ സ്തുതി പാടിടും ഞാൻ, വൻ കൃപയെ എന്നും ഓർത്തിടും ഞാൻ. പരിശുദ്ധനെ കരുണാനിധിയെ, സ്തുതികൾക്കെല്ലാം യോഗ്യനായവനെ, പരിശുദ്ധനെ കരുണാനിധിയെ, സ്തുതികൾക്കെല്ലാം യോഗ്യനായവനെ. ഹല്ലേലൂയ സ്തുതി പാടിടും ഞാൻ, വൻ കൃപയെ എന്നും ഓർത്തിടും. ചേർന്ന് പാടാമോ? ഹല്ലേലൂയ സ്തുതി പാടിടും ഞാൻ, വൻ കൃപയെ എന്നും ഓർത്തിടും ഞാൻ. ഹല്ലേലൂയ. നമ്മൾ പാടുന്നത് ആ ദൈവത്തിൻ്റെ വൻ കൃപകളെ ഓർത്തുകൊണ്ട്, ദൈവം നമുക്ക് ചെയ്ത നന്മകളെ ഓർത്തുകൊണ്ട്, ദൈവം നമുക്ക് ആയുസ്സും ആരോഗ്യം നൽകി. അതുകൊണ്ട് ആ ദൈവത്തിന് നമുക്ക് ഒരുമിച്ച് മഹത്വം അർപ്പിക്കുക. ഒരു കമൻറ്റ് സോങ് വന്നിട്ടുണ്ട്, ഞങ്ങൾ അവസാനം പാടാം. ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറയാൻ ആഗ്രഹം, ഞാൻ ആദ്യം ഒരു സോങ് പാടിയിട്ടുണ്ടായിരുന്നു, സാക്ഷാൽ മുന്തിരിവള്ളി എന്നുള്ള. ഞാനിതിനു മുന്നേ ഈ ഒരു ദൈവവചനം, ഈ ഒരു വാക്യത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഈ ഒരു അധ്യായത്തിൽ നിന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് വാക്യം. എന്നാൽ ഇന്ന് പറയുന്നത് വേറൊരു വാക്യമാണ്. ആ ഒരു അധ്യായം യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 15-ാം അധ്യായം. ആരും സ്കിപ്പ് അടിച്ചു പോകരുത്, 2 മിനിറ്റ് ഞാൻ എടുക്കത്തുള്ളൂ. 15-ാം അധ്യായം അതിൻ്റെ 6ഉം 7ഉം വാക്യങ്ങൾ. എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്ത് കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു. ആ വക ചേർത്ത് തീയിൽ ഇടുന്നു, അത് വെന്തു പോകും. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിക്കും, അത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുത്തുന്നു. അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും. ഇത് യോജന നിങ്ങൾ വായിച്ചിട്ടുള്ളതായിരിക്കാം, കേട്ടിട്ടുള്ളതായിരിക്കാം. ഇത് ഒരുപാട് പ്രസംഗങ്ങൾ ദൈവദാസന്മാരിൽ കൂടെ കേട്ടിട്ടുണ്ട്. ഒരുപാട് കേട്ട് മടുത്തിട്ടുള്ള ഒരു ദൈവവചനമാണ്. ഇതിന് മുന്നേ ഞാൻ ഇതിൻ്റെ 15-ാം അധ്യായം 1-ാമത്തെ വാക്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സാക്ഷാൽ മുന്തിരിവള്ളി, എൻ്റെ പിതാവ് തോട്ടക്കാരൻ എന്നുള്ള ആ ഒരു ചിന്ത. ഇതിൽ മുന്തിരിവള്ളിയുടെ തോട്ടക്കാരൻ്റെ കാര്യമാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു വചനം. എന്നാൽ 6-ാമത്തെ വാക്യം അത് വ്യക്തമായിട്ട് പറയുന്നു. എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്ത് കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു. അപ്പോൾ ആ മുന്തിരിവള്ളിയിൽ വസിക്കാത്ത, ദൈവം ആഗ്രഹിക്കാത്ത രീതിയിൽ വസിക്കാതെ വേറെ രീതിയിൽ കയറിപ്പോകുന്ന, അത് വളരെ ഫലം കായ്ക്കുന്ന, അല്ലെങ്കിൽ 5-ാമത്തെ വാക്യം അതിൽ വ്യക്തമായിട്ട്, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമായിരുന്നു, ഒരുത്തൻ എന്നിലും ഞാൻ അവനിൽ വസിക്കുന്നുവെങ്കിൽ വളരെ ഫലം കായ്ക്കുന്നു. അതും കൂടെ പറഞ്ഞാലേ ഇത് പൂർണ്ണമാകുകയുള്ളൂ. മുന്തിരിവള്ളിയും കൊമ്പുകളുമാകുന്നു. അപ്പോൾ യേശു ദൈവം മുന്തിരിവള്ളിയാകുന്നു, നമ്മൾ കൊമ്പുകളാകുന്നു. ആ മുന്തിരിവള്ളിയിന്മേൽ വസിക്കുന്ന, അല്ലെങ്കിൽ അതിലായിരിക്കുന്ന ആ ഒരു കൊമ്പിനെ ഫലം കായ്ക്കാൻ കഴിയുകയുള്ളൂ. ഞാനിപ്പോൾ 6-ാമത്തെ വാക്യമാണ് ആദ്യമായിട്ട് നിങ്ങളുടെ മുന്നിൽ വായിച്ചത്. എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്ത് കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു. അപ്പോൾ നമുക്കറിയാം മുന്തിരിവള്ളിയുടെ കാര്യം, അവസ്ഥ അറിയാം. അതിൽ ആ ഒരു വള്ളിയിന്മേൽ വസിക്കാത്ത കൊമ്പുകൾ അനേകർ കാണും. അത് പക്ഷേ അതെന്താണ്? അത് ഉണങ്ങിയ അവസ്ഥയായിട്ട്, ഉണങ്ങി അത് തീയിലിട്ട് ചുട്ടുകളയാണ് ചെല്ലും, അല്ലെങ്കിൽ അത് ഉണങ്ങി തറയിൽ വീഴുന്നു, അത് കരിഞ്ഞു വാടി ഉണങ്ങി നശിച്ചു പോകുന്നു. ആ അവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ട് മുന്തിരിവള്ളി. അപ്പോൾ ദൈവത്തിൽ വസിക്കുവാനാണ് പറയുന്നത്. വസിക്കാത്തതിനെ കൊമ്പ് പോലെ ഉണങ്ങി നശിച്ചു പോകുന്നു. നമ്മൾ ദൈവത്തെ അറിയുമ്പോൾ, നിങ്ങൾ യേശുവിനെ കണ്ടെത്തുമ്പോൾ, യേശുവിൽ വസിക്കുകയാണ്. മുന്തിരിവള്ളി കൊമ്പ് എങ്ങനെ, അതുപോലെ നമ്മൾ ഫലം കായ്ച്ചുകൊണ്ട് വളരുകയാണ് ചെയ്യുന്നത്. എന്നാൽ ദൈവത്തിൽ നിന്ന് വിട്ട് വസിക്കാത്ത കൊമ്പ് പുറത്ത് കളഞ്ഞ് ഉണങ്ങിപ്പോവുകയാണ്. അപ്പോൾ ദൈവത്തെ അറിഞ്ഞു, ദൈവത്തെ വസിക്കുന്നു എന്ന് നമ്മൾ പറയുന്നെങ്കിലും അതിൽ വസിക്കാതെ വണ്ണം ദൈവത്തിൽ നിന്ന് അകന്നു കഴിഞ്ഞാൽ അത് പിന്നെ നാശം. നമുക്കറിയാം, സ്വർഗമെന്നുണ്ട്, നിത്യതയുണ്ട്, അതുപോലെ നിത്യ അഗ്നിയുണ്ട്. നിത്യ അഗ്നിയുടെ കാര്യമാണ് നശിച്ച് പുറത്ത് കളഞ്ഞിട്ട് അവ ഉണങ്ങിപ്പോകുന്നു, തീയിലിട്ട് ചുട്ടുകളയുന്നു. നിത്യ അഗ്നിയുടെ, നരകത്തിൻ്റെ കാര്യം നിങ്ങൾക്കറിയാം, നിങ്ങൾ കേട്ടിട്ടുണ്ട് വചനങ്ങളിൽ. നിത്യ സ്വർഗമുണ്ട്, നിത്യവാസമുണ്ട്, നിത്യവാസം. എന്നാൽ അത് ഗ്രഹിക്കാതെ ദൈവത്തിൽ നിന്ന് അകന്നു മാറി, ആ കൊമ്പിൽ നിന്ന് അകന്നു മാറി
തനിയെ ലോകത്തിൻ്റെ ഇമ്പങ്ങളിൽക്കുള്ളിൽ വസിക്കുമ്പോൾ അത് നിത്യ നരകത്തിലേക്ക്, നിത്യ അഗ്നിയിലേക്ക് ഇരയായിത്തീരും എന്നാണ് ഈ ഒരു ദൈവവചനത്തിൽ പറയുന്നത്. അപ്പോൾ ആ ഒരു 6-ാമത്തെ വാക്യത്തിൽ ഈ ഒരു ഉപമയാണ് യേശു പറഞ്ഞിരിക്കുന്നത്. ഉണങ്ങിപ്പോകുന്നു, ആ വക തീയിലിടുന്നു, അത് വെന്തു പോകുകയും ചെയ്യും. അത് നിത്യ നരകത്തിന് വേണ്ടിയുള്ളതായിരിക്കും, വെന്തു പോകുന്നു, നശിച്ചു പോകുന്നതായിരിക്കും, അതിനൊരിക്കലും ഫലം കായ്ക്കുവാൻ കഴിയുകയില്ല. പിന്നീട് പറയുന്നു, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്ന എന്തെങ്കിലും അപേക്ഷിക്കും, അത് നിങ്ങൾ കിട്ടും. അപ്പോൾ നിങ്ങൾ എന്നിലും, നമ്മൾ ദൈവത്തിലായിരിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓരോ വ്യക്തികളും, ദൈവത്തെ അറിയുന്ന ഓരോ വ്യക്തികളുടെ മേലും ആ പരിശുദ്ധാത്മാവിനെ നൽകുന്നു. അപ്പോൾ ദൈവത്തിൽ വസിക്കുകയാണ്. ആ വചനം വായിക്കുമ്പോൾ ദൈവത്തിൽ വാസം ചെയ്യുകയാണ്. ആ കൊമ്പിൽ ഫലം കായ്ക്കുവാൻ ഇടയായിത്തീരും. അപ്പോൾ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ. ഹല്ലേലൂയ. ആ ദൈവഹിതപ്രകാരം നമ്മൾ എന്ത് ഇച്ഛിക്കുന്നു, ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുവാൻ നമ്മൾ എന്ത് ഇച്ഛിക്കുന്നോ, എന്ത് ആഗ്രഹിക്കുന്നോ, അത് നിങ്ങൾക്ക് കിട്ടുമെന്നാണ്. ഹല്ലേലൂയ. ഈ ലോകത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചല്ല, അത് മാത്രമല്ല പറയുന്നത്. നമ്മൾ ദൈവത്തെ ഉയർത്തുവാൻ, എനിക്ക് ദൈവത്തിൽ നിത്യതയിൽ ജീവിക്കണം, ആ ഒരു പ്രത്യാശയോടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ അപേക്ഷിക്കുമ്പോൾ അത് ആ നിത്യത നമുക്ക് അവകാശമായിട്ട് ദൈവം തരുന്ന ആ കർത്താവിൻ്റെ സ്നേഹത്തെയാണ് പറയുന്നത്. പിന്നീട് പറയുന്ന 8-ാമത്തെ വാക്യം, നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു. അപ്പോൾ മുന്തിരിവള്ളി അറിയാം, ഞാൻ പറഞ്ഞു, വെന്തു പോകുന്ന അവസ്ഥയല്ല, ഒരു ഫലം കായ്ക്കുന്ന അവസ്ഥയുണ്ട്. കർത്താവിൽ വസിച്ചുകൊണ്ട്, ദൈവത്തിൽ വസിച്ചുകൊണ്ട് ഫലം കായ്ക്കുന്ന അവസ്ഥ. ഈ ലോകത്തിലുള്ള ഫലം കായ്ക്കല്ല, നിത്യജീവൻ, നിത്യത. ആ നിത്യത നമുക്കായിട്ട് നൽകുമ്പോൾ കായ്ക്കുന്ന എൻ്റെ പിതാവ് മഹത്വപ്പെടുത്തുകയാണ്. നമ്മൾ ആ നിത്യതയിൽ, നിത്യസ്വർഗത്തിൽ എത്തിച്ചേരുമ്പോൾ ആ പിതാവിനാണ് മഹത്വം ഉണ്ടാകുന്നത്. കാരണം ആ കൊമ്പ് വസിക്കുന്ന ഒരു വ്യക്തിയാകുന്നു, യേശുവിൽ വസിക്കുന്ന ഒരു വ്യക്തിയാകുന്നു. ആ കൊമ്പിൽ നിന്ന് അവൻ അടർന്നു പോയില്ല, അവൻ നശിച്ചു പോകുന്നില്ല. അപ്പോൾ ആ ദൈവത്തിന് മഹത്വം ഉണ്ടാകുവാൻ ഇടയായിത്തീരും, മഹത്വപ്പെടുന്നു. അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ ആകും എന്ന് പറഞ്ഞ് യേശു പറഞ്ഞ വാക്കാണ്. അപ്പോൾ ആ നിത്യസ്വർഗം ഫലം കായ്ക്കുമ്പോൾ ദൈവം മഹത്വപ്പെടും. അങ്ങനെ ആ ദൈവത്തിൻ്റെ ശിഷ്യന്മാരെന്ന് നമുക്ക് പറയുവാനിടയായി തീരും. അതുകൊണ്ട് ഈ ദൈവവചനം ഞാൻ ഇതിനു മുന്നേ എടുത്തു. മുന്തിരിവള്ളിയുടെ 1-ാമത്തെ വാക്യം കഴിഞ്ഞ കുറേ മാസങ്ങൾക്ക് മുന്നെയാണ് പറഞ്ഞത്. ഇപ്പോൾ ഇന്ന് പറഞ്ഞത് ആ നിത്യനരകം, നിത്യസ്വർഗത്തെക്കുറിച്ച്. ആ കരിഞ്ഞു വാടി ഉണങ്ങിപ്പോകുന്ന, തീയിലിട്ട് ചുട്ടുകളയുന്ന അവസ്ഥയിലല്ല നമ്മൾ. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഫലം കായ്ക്കുന്നവരായി യേശുവിൽ വസിച്ചുകൊണ്ട്, ആ വചനത്തിൽ, ആ പരിശുദ്ധാത്മാവിൽ നിലകൊണ്ടുകൊണ്ട് ഫലം കായ്ക്കുന്നവരായി മുന്നേറുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ആരും, എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയും, നിങ്ങൾ യേശുവിനെ കണ്ടെത്തിയിട്ട് ആ നിത്യ നരകത്തിലേക്ക് പോകുന്നവരല്ല, ഫലം കായ്ക്കുന്നവരായി നിത്യതയിലേക്ക് ചേർക്കപ്പെടുന്നവരായി ദൈവം നിങ്ങളെ കൊണ്ടെത്തിക്കട്ടെ. അതുകൊണ്ട് നാം എല്ലാവരും അതിനുവേണ്ടി ഒന്ന് ഉണർന്ന് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയോടെ, ദൈവശക്തിയോടെ മുന്നേറാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാട്ട് കമൻറ്റ് വന്നിട്ടുണ്ട്. ഞങ്ങൾ സിസ്റ്റർ അക്ഷിതയാണ് ചെയ്തത്. നീയൻ സ്വന്തം നീയൻ പക്ഷം എന്നുള്ള പാട്ടാണ് ഇത്. ഇതിനു മുന്നേ ഒരുപാട് പാടിയിട്ടുള്ളതാണ്, ദൈവത്തെ മഹത്വപ്പെടുത്തിയിട്ടുള്ള ഒരു സോങ്ങാണ്, എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. ആ യേശു എൻ്റെ സ്വന്തമാണ്. നമ്മളിപ്പോൾ ഈ ദൈവവചനത്തിൽ കേട്ടു, എന്നിൽ കായ്ക്കുന്ന മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളും ആകുന്നു. ആ ഒരു നീയൻ സ്വന്തമാകുന്നു. ഒരു കൊമ്പിന് പറയാൻ സാധിക്കും, മുന്തിരിവള്ളി എൻ്റെ സ്വന്തമാകുന്നു. അതുപോലെ വള്ളിക്ക് പറയാൻ സാധിക്കും, നീ എൻ്റെ സ്വന്തമാകുന്നു. ഒരിക്കലും രണ്ടല്ല, ഒന്നായിരിക്കുന്നു. ഹല്ലേലൂയ. അതുപോലെ നമുക്ക് ഒരുമിച്ച് ദൈവത്തിന് മഹത്വപ്പെടുത്താം. നീയൻ സ്വന്തം നീയൻ പക്ഷം എന്നുള്ള സോങ്. ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ എല്ലാവർക്കും ഒരുമിച്ച് ദൈവത്തിന് മഹത്വം അർപ്പിക്കാം.
സ്വന്തം നീ എൻ പക്ഷം നീറും വേളകളിൽ ആഴിയിൻ ആഴങ്ങളിൽ ആനന്ദം നീ എനിക്ക് നീ എൻ സ്വന്തം നീ എൻ പക്ഷം നീറും വേളകളിൽ ആഴിയിൻ ആഴങ്ങളിൽ ആനന്ദം നീ എനിക്ക് ചൂടച്ചെടിയിൻ കീഴിലും നിൻ സാന്നിധ്യമരുളും നാഥനേ നീ എൻ സ്വന്തം നീ എൻ പക്ഷം നീറും വേളകളിൽ ആഴിയിൻ ആഴങ്ങളിൽ ആനന്ദം നീ എനിക്ക് ചൂടേറിയ മരുയാത്രയിൽ ദാഹത്താലെന്നാവു വരളുമ്പോൾ ഹാഗാർ പൈതലിൻ കരച്ചിൽ കേട്ടവൻ എന്നാത്മദാഹം തീർത്തിടും ചൂടേറിയ മരുയാത്രയിൽ ദാഹത്താലെന്നാവു വരളുമ്പോൾ ഹാഗാരിൻ പൈതലിൻ കരച്ചിൽ കേട്ടവൻ എന്നാത്മദാഹം തീർത്തിടും നീ എൻ സ്വന്തം നീ എൻ പക്ഷം നീറും വേളകളിൽ ആഴിയിൻ ആഴങ്ങളിൽ ആനന്ദം നീ എനിക്ക് നീ എൻ സ്വന്തം നീ എൻ പക്ഷം നീറും വേളകളിൽ ആഴിയിൻ ആഴങ്ങളിൽ ആനന്ദം നീ എനിക്ക് ചൂരച്ചെടിയിൻ കീഴിലും നിൻ സാന്നിധ്യമരുളും നാഥനേ നീ എൻ സ്വന്തം നീ എൻ പക്ഷം നീറും വേളകളിൽ ആഴിയിൻ ആഴങ്ങളിൽ ആനന്ദം നീ എനിക്ക് ചേർന്ന് പാടാമോ നീ എൻ സ്വന്തം നീ എൻ പക്ഷം നീറും വേളകളിൽ ആഴിയിൻ
ഒരുമിച്ച് പറയാൻ സാധിക്കണം, ആ കൊമ്പിൽ, എൻ്റെ യേശുവാകുന്ന കൊമ്പിലാകുന്നു ഞാൻ വസിക്കുന്നത്. അതുകൊണ്ട് യേശു എൻ്റെ സ്വന്തം, യേശു എൻ്റെ പക്ഷത്തുണ്ട്. നമുക്ക് ഒരുമിച്ച് പറയാൻ സാധിക്കണം. ആ ഒരു ദൈവവചനം നിങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായി മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ജോബി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. യേശുനാഥ, നല്ല സമയത്തിനായി സ്തുതിക്കുന്നു. സന്നിക്കടന്നവരുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നു. ഞങ്ങൾ പാടിയ പാട്ടുകൾ, പറഞ്ഞ വചനങ്ങൾ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ദൈവം വലിയൊരു അനുഗ്രഹവും നന്മയും ഉണ്ടാക്കി തീർക്കുന്ന ദൈവം സഹായിക്കുമാർ. രോഗത്താൽ, ഭാരത്താൽ, പനിയുടെ അസ്വസ്ഥതാൽ ഭാരപ്പെടുന്ന എല്ലാവരും ദൈവം സൗഖ്യമാക്കുമാറാണ് പ്രാർത്ഥിക്കുന്നു. അതിനാ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം ഇത്രത്തോളം കൂടുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. മനോഹരത്തോലെ അങ്ങേക്ക് ഞാൻ കാര്യം ചെയ്യുന്നു തന്നെ. ആമേൻ. ഹല്ലേലൂയ. ഞങ്ങളെ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന എല്ലാ ഞങ്ങളുടെ ഫേസ്ബുക്ക് സുഹൃത്തുക്കൾക്കും, അതുപോലെ ഈ ലൈവ് വാച്ച് ചെയ്യുന്ന, പിന്നീട് വാച്ച് ചെയ്യുന്ന യൂട്യൂബിൽ, അതുപോലെ ഫേസ്ബുക്ക് പേജിൽ ഞങ്ങളുടെ ഗ്ലോറി ടു ജീസസ് പത്തനാപുരം എന്നുള്ള പേജിൽ വാച്ച് ചെയ്യുന്ന എല്ലാ ഞങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഞങ്ങളുടെ സ്നേഹിതന്മാർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. വീണ്ടും ഞങ്ങൾ കടന്നു വരുന്നതായിരിക്കും പാട്ടുകളുമായി, ദൈവവചനമായി. അത് നിങ്ങൾക്ക് അനുഗ്രഹത്തിനും ആശ്വാസത്തിനും കാരണമായി തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ലൈവ് ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്യുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.